ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അങ്ങനെ മകൻ്റെയും മരുമകളുടെയും നിർബന്ധത്തിന് ഭീഷണിക്കും വഴങ്ങി ചങ്ക് പൊട്ടുന്ന വേദനയോടെ കുഞ്ഞിനെ പാലിൽ കലർത്തി കൊടുക്കാനുള്ള വിഷപ്പൊടിയുമായിട്ട് അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിലെത്താണ് ജാനമ്മ. ലേഖയ്ക്കാണെങ്കിൽ ജാനമ്മയെ കാണുന്നത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. തുടർന്ന് കുഞ്ഞ് ഇന്നലെ മുഴുവൻ ഒരേ കരച്ചിലായിരുന്നു എന്ന് ലക്ഷ്മി മോള് പറഞ്ഞു എന്ന് ജാനമ്മ പറയുമ്പോൾ അതൊന്നും തീരെ ഇഷ്ടപ്പെടാത്ത ലേഖ അങ്ങനെയൊന്നും ഇല്ലെന്നും സാധാരണ പോലെയേ കരഞ്ഞുള്ളൂ എന്നെല്ലാം പറയുന്നു. കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അസ്വസ്ഥതയോ ബുദ്ധിമുട്ടോ ഉണ്ടായാൽ അവർക്കത് തുറന്നു പറയാൻ കഴിയില്ലല്ലോ. കരച്ചിലൂടെയാണ് അവരിതെല്ലാം അറിയിക്കുന്നത്. കുഞ്ഞിനെ എടുക്കാനും കുളിപ്പിക്കാനും ഒക്കെ അതിൻ്റേതായ രീതികളുണ്ടെന്നും ഞാൻ ഏതായാലും മോളെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജാനമ്മ മുകളിലേക്ക് പോകുന്നു. കുഞ്ഞാണെങ്കിൽ ഒരേ കരച്ചിലാണ്. ജാനമ്മ വന്ന് കുഞ്ഞിനെ എടുത്ത് തൊട്ടിലിൽ കിടത്തുന്നതും കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നുണ്ട്. ഇത് കണ്ട് മഹിക്ക് ശരിക്കും അതിശയമാവുന്നു. തുടർന്ന് നമ്മൾ കുഞ്ഞിനെ എന്തെല്ലാം ചെയ്തിട്ടും കുഞ്ഞിനെ നിർത്തിയില്ലല്ലോ, ഇതിപ്പോൾ ജാനമ്മ എടുത്തപ്പോഴേക്കും കുഞ്ഞിൻ്റെ കരച്ചിൽ നിന്നല്ലോ എന്നെല്ലാം മഹി അതിശയത്തോടെ പറയുമ്പോൾ കുഞ്ഞിന് എന്താണ് വേണ്ടത് എന്നെല്ലാം എന്നെപ്പോലുള്ള അമ്മമാർക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയൂ എന്ന് പറയുന്നുണ്ട് ജാനമ്മ. ഏതായാലും ലേഖയ്ക്കാണെങ്കിൽ അവരുടെ രീതികളൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് കുഞ്ഞിനെ എടുക്കാനും കുളിപ്പിക്കാനും നോക്കാനും ഒക്കെ നന്നായിട്ട് അറിയാം. ഇവരുടെ ആവശ്യം എന്തിനാ എന്നൊരു ഭാവമാണ് ലേഖയുടെ മുഖത്ത്. ഇതേ സമയം കരുണയാണെങ്കിൽ ഇത്തവണ കണ്ണനെ ലക്ഷ്മിക്കും ആ കുഞ്ഞിനെ നഷ്ടപ്പെടും. ഈ ഓണം എന്നല്ല, ഇനി വരാൻ പോകുന്ന ഓണവും വിഷു എല്ലാം കരച്ചിൽ തന്നെയായിരിക്കും അവർക്ക്. ആ ലേഖയ്ക്കും അനന്തുവിനും കണ്ണനും ലക്ഷ്മിക്കും ഇടയിൽ ഇതോടുകൂടി ഉലച്ചിൽ സംഭവിക്കും എന്നെല്ലാം മനസ്സിൽ സ്വയം പറഞ്ഞ് സന്തോഷിക്കുന്നു. പ്രതാപനാണെങ്കിലും ഇത്തവണ വിചാരിച്ചതുപോലെ എല്ലാം നടക്കും. 1,00,000 രൂപയാണ് ആ ദേവരാജന് അഡ്വാൻസ് ആയിട്ട് എണ്ണി കൊടുത്തിരിക്കുന്നത്. ഈ ഓണത്തിന് നമ്മളും നമ്മുടെ മോളും ഒക്കെ സന്തോഷിക്കുമ്പോൾ വാവിട്ട് നിലവിളിക്കാൻ പോകുന്നത് കണ്ണനും ലക്ഷ്മിയാണെന്നെല്ലാം പറയുമ്പോൾ ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു എന്ന് ഉറപ്പ് കിട്ടിയിട്ട് മതി പ്രതാപ ഇങ്ങനെ സന്തോഷിക്കുന്നത്. ആ കള്ള സന്യാസിയെ പറഞ്ഞു വിട്ടിട്ട് എന്താ ഉണ്ടായതെന്ന് നിനക്കറിയാലോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. മാത്രമല്ല വിഷം ഉള്ളിൽ ചെന്നിട്ട് പോലും ആ കുഞ്ഞിനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ ഇത്തവണ ആ കുഞ്ഞു പോകുമേ, എൻ്റെ മനസ്സാണ് അങ്ങനെയാണ് പറയുന്നതെന്നെല്ലാം സ്വയം പറഞ്ഞ് ഉറപ്പിക്കുന്നുണ്ട് പ്രതാപൻ. അങ്ങനെ ജാനമ്മയാണെങ്കിൽ കുഞ്ഞിനെ വിശക്കുന്നുണ്ടാവും, ഞാൻ പോയി പാലെടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോകുന്നു. എന്നിട്ട് ആരും കാണാതെ ആ വിഷപ്പൊടി പാലിൽ കലർത്തുന്നുണ്ട്. ഇത് കുടിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ പെറ്റമ്മയും പോറ്റമ്മയും കരയുന്നത് ഞാൻ കാണേണ്ടി വരുമല്ലോ ഈശ്വര, എന്തൊരു കൊടിയ പാപമാണ് ഞാൻ ഈ ചെയ്യുന്നത്. ദേവരാജൻ പറയുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ അവനും ഭാര്യയും എന്തെങ്കിലും കടുകൈ ചെയ്യുമോ എന്നുള്ളൊരു ഭയവും ജാനമ്മയ്ക്ക് ഇതേ സമയം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ലേഖ വന്ന് ആ പാലെടുത്തുകൊണ്ട് പോകുന്നു. പിന്നീട് ജാനമ്മ മടിയിലിരുത്തി കുഞ്ഞിന് പാല് കൊടുക്കുന്നുണ്ട്. അവർക്കാണെങ്കിൽ മനസ്സിന് വല്ലാത്ത വിഷമം തന്നെയാണ്, താൻ എന്തൊരു പാപമാണ് ചെയ്യുന്നത്. ആ കുറ്റബോധം കൊണ്ട് മനസ്സ് നീറാണ് കേട്ടോ ജാനമ്മയുടെ. ശേഷം ദേവരാജൻ ജാനമ്മയെ വിളിക്കുന്നുണ്ട്. തുടർന്ന് എന്തായെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞ പോലെ എല്ലാം ചെയ്തിട്ടുണ്ടെന്നെല്ലാം ദേഷ്യത്തോടു കൂടി ദേവരാജനോട് പറയുന്നുണ്ട് ജാനമ്മ. ഇത് കേട്ട് ദേവരാജനാകെ സന്തോഷമാവുന്നുണ്ട്. തുടർന്ന് പ്രതാപനെ വിളിച്ചിട്ട് ആ വിഷപ്പൊടി കുഞ്ഞിനെ പാലിൽ കലർത്തി കൊടുത്തു എന്നും ഇന്നോ അല്ലെങ്കിൽ നാളെ ഉറപ്പായും എന്തായാലും ആ കുഞ്ഞ് പോകുമെന്ന് തന്നെ ഉറപ്പിച്ച് പറയുന്നുണ്ട് കേട്ടോ ദേവരാജൻ. അത് കേട്ട് പ്രതാപനാണെങ്കിലും ഇത്തവണ കണ്ണനും ലക്ഷ്മിക്കും ആ കുഞ്ഞിനെ നഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഉറപ്പിക്കുന്നത്. ഏതായാലും വലിയൊരു ട്വിസ്റ്റ് തന്നെയാണ് ഇതിനിടയിൽ സംഭവിച്ചിരിക്കുന്നത്. അതായത് ജാനമ്മ ആ വിഷപ്പൊടി പാലിൽ കലർത്തുന്നില്ല, അങ്ങനെ പൊടി കലർത്തി എന്നെല്ലാം അവർ ദേവരാജനോട് നുണ പറയുകയായിരുന്നു ചെയ്തത്. ഇങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്ത് ഒരു പിഞ്ചു കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് അവരുടെ നല്ല മനസ്സ് അനുവദിക്കുന്നില്ല. മാത്രമല്ല ഇത്തവണ ശത്രുക്കൾക്ക് ഒന്നടങ്കം കണ്ണൻ്റെയും ലക്ഷ്മിയുടെയും ഈ കുഞ്ഞു പോവും എന്ന് കരുതി സന്തോഷിച്ചിരുന്ന പ്രതാപനും മുത്തശ്ശിക്കും കരുണയ്ക്കൊക്കെ വമ്പൻ തിരിച്ചടിയാണ് ഇത്തവണ കിട്ടാനായിട്ട് പോകുന്നത്. അത് മറ്റാരുടെയും നിന്നല്ല, മാർക്കോയുടെ കയ്യിൽ നിന്ന് തന്നെയാണ് കിട്ടാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് കാത്തിരിക്കാം വരാൻ പോകുന്ന കിടലൻ എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്